ശബരിമലയിൽ അയ്യപ്പധർമ്മം കാക്കാൻ മുൻ പോലീസ് മേധാവി ടി.പി. സെൻകുമാർ ഒരുങ്ങുന്നു. ഇതിനായി വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ വഴി കോടതിയിൽ നിയമപോരാട്ടം നടത്താനാണ് പദ്ധതി. ശബരിമലയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുക എന്നതാണ് ഇവരുടെ പ്രധാന ഉദ്ദേശം. ശബരിമലയിൽ പോലീസ് ഭരണകൂടത്തിന്റെ നിക്ഷിപ്ത താൽപര്യങ്ങൾക്ക് വഴങ്ങി പ്രവർത്തിച്ചു എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ഇങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കാൻ പാടില്ലായിരുന്നുവെന്നും ആക്ടിവിസ്റ്റുകളെയും മാവോയിസ്റ്റ് ബന്ധമുള്ളവർക്കും പോലീസ് എന്തിനാണ് സംരക്ഷണം നൽകിയതെന്നും ഇവർ കോടതിയിൽ മറുപടി പറയേണ്ടി വരുമെന്നും ടി.പി. സെൻകുമാറിന്റെ സംഘടന പറയുന്നു. അയ്യപ്പധർമ്മം കാക്കാൻ മുൻ പോലീസ് മേധാവി ടി.പി. സെൻകുമാറിന്റെ നേതൃത്വത്തിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നു. ശബരിമലയിൽ പോലീസ് കാട്ടിക്കൂട്ടിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ കോടതിയിൽ ചോദ്യം ചെയ്യാനാണ് പദ്ധതി. അവിശ്വാസികളെയും ആക്ടിവിസ്റ്റുകളെയും നക്സൽ മാവോ ബന്ധമുള്ളവരെയും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായവരെയും പോലീസ് സംരക്ഷണയിൽ മല കയറ്റിയതിനെയും കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണനെയും കെ.പി. ശശികല ടീച്ചറെയും ഉൾപ്പെടെയുള്ള ഹൈന്ദവ സംഘടനാ നേതാക്കളോട് പരുഷമായി പെരുമാറുകയും ചെയ്ത പോലീസിന്റെ പക്ഷപാതപരമായ നടപടികളെയാണ് ചോദ്യം ചെയ്യുക. കഴിഞ്ഞ 14-ന് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. ഇതിനുശേഷം ജില്ലാതല യോഗം ചേർന്നതോടുകൂടി നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചു. മുൻ പോലീസ് മേധാവികളായ ടി.പി. സെൻകുമാർ, ഇ.പി. ചന്ദ്രശേഖരൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിയമ പോരാട്ടം. ഇതിനായി എല്ലാ ജില്ലകളിലും വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയ്ക്ക് രൂപം നൽകി വരികയാണ്. സർക്കാരിന് പുറമെ ദേവസ്വം ബോർഡിലും അവിശ്വാസികളുടെ ഭരണ നേതൃത്വമാണ് ഉള്ളതെന്നുമാണ് ഇവരുടെ വിലയിരുത്തൽ. അവിശ്വാസികളെ കൊണ്ടുപോകാൻ നടത്തിയ ശ്രമങ്ങൾ ശബരിമലയെ തകർക്കാനുള്ള ലക്ഷ്യമിട്ടാണ്. ആചാരങ്ങൾ പരിഷ്കരിക്കണമെന്ന് കരുതുന്നവർക്ക് പോലും വേദനയുണ്ടാക്കിയ കാര്യങ്ങളാണ് ചില IPS-കാരുടെയും പോലീസ് യൂണിയൻ നേതാക്കളുടെയും നേതൃത്വത്തിൽ ശബരിമലയിൽ നടന്നത്. ഭരിക്കുന്നവരോടുള്ള വിധേയത്വം പ്രകടിപ്പിക്കാനുള്ള അവസരമായി ഒരു IG ഇതിനെ ഉപയോഗപ്പെടുത്തുകയായിരുന്നുവെന്നും ഇവർ വിലയിരുത്തുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.